ഹായ് ഗായ്സ്. അയ്യോ, ഇന്ന് 9:15 ഇറങ്ങിയേക്കണത്. എല്ലാ ദിവസവും വിചാരിക്കും 5 മണിക്ക് ഇറങ്ങണം, 6 മണിക്ക് ഇറങ്ങണം. എങ്ങനെ കറങ്ങി വന്നാലും ഞാൻ ഈ സമയത്ത് ഇറങ്ങുള്ളൂ കേട്ടോ. ഇന്ന് എങ്ങനെയൊക്കെയാണ്, എത്ര രൂപ ഒപ്പിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്താ വണ്ടിയിൽ എന്താ ചെളി, എന്തോ തെറിച്ചിട്ടുണ്ട് ഗൈസ്. ആണോ, ചെളിയെല്ലാം കളഞ്ഞ് സെറ്റാക്കിയിടണം കേട്ടോ. കൊതുക് കൊതുക് ഇത് കയറി പോടാ പോടാ. ചമരെ പരിപാടി തുടങ്ങാൻ വേണ്ട, കുത്തിയിടാൻ പോയില്ലല്ലോ. ഓ ഡെങ്കു ഡെങ്കു ഡെങ്കു, പുറത്തേക്ക് പുറത്തേക്ക്, ആ വഴി ആ വഴി ആ വഴി പോവും. ഓക്കെ സെറ്റ്. ഇന്നലെ നമ്മുടെ പവർ വിൻഡോ ഇത് സ്റ്റക്കായിട്ട് നിന്നിട്ടാ. രാത്രിയിൽ ഞാൻ വന്നിരുന്നു, നമ്മൾ ഈ ബട്ടൺ വർക്ക് ചെയ്യണം. ഈ ബട്ടൺ വർക്ക് ചെയ്തു, പക്ഷേ ഇത് പൊങ്ങിയില്ല. ഞാനപ്പോൾ നൈസായിട്ട് ടെൻസായി. പിന്നെ വീട്ടിൽ വന്ന് ഗ്രൗണ്ടിലിട്ട് കഴിഞ്ഞപ്പോൾ സെറ്റായിടാ. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ നടക്കട്ടെ. യെസ് ഗൈസ്, സെറ്റ് ഗൈസ്. ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് 1500 ആണ് കേട്ടോ. വാലറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയിട്ടാ. തോപ്പും 107 രൂപ കാണിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാടാ. അപ്പോൾ ടാറ്റാ. 10 മിനിറ്റ് അപ്പുറത്ത് നിന്ന് വേണ്ട പിക്കപ്പ്. ഇതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. 107 രൂപയാണ് ഫസ്റ്റ് ട്രിപ്പ് കാണിച്ചേക്കണത്. 3 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് പിക്കപ്പ്. അടുത്ത് വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, മേ ബി ചിലപ്പോൾ ക്യാൻസലാവും. എന്തായാലും നമ്മ മുമ്പോട്ട് തന്നെ പോകും. ഒന്നും നമ്മളായിട്ട് ക്യാൻസൽ ചെയ്യാനുള്ളതാ. 1500 റുപ്പീസാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ടാർഗറ്റ്. അത് CNG കൂടി കഴിഞ്ഞിട്ടാണ്ടാ. ഇപ്പം നമുക്ക് 3 ഘട്ട CNG തീർന്നിട്ടുള്ളൂ. അത്യാവശ്യം CNG ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ CNG നമുക്ക് എത്ര രൂപ ഒപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 പ്ലസ് നമ്മുടെ ഇത്ര CNG എനിക്ക് ഉണ്ടായിരിക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. എത്ര മണിക്കുള്ളിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് ഇന്ന് എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നത് എന്നൊക്കെ നമുക്കിന്ന് നോക്കാം. അതായത് ഊബർ ഡ്രൈവർ, ഒരു ഓൺലൈൻ ഡ്രൈവർ, ടാക്സി ഡ്രൈവറിൻ്റെ ഒരു ദിവസം. ഗൈസ് 850 മീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ്സ് അപ്പുറത്താണ് നിൽക്കുന്നത്. തോപ്പുംപടി ഭാഗത്താണ് നിൽക്കുന്നത്. ഐ തിങ്ക് ഈ ലൊക്കേഷനിൽ ഞാൻ മുമ്പും പിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടം കുറവാണ്. സീസൺ കഴിഞ്ഞതോടെ എൻ്റെ അമ്മു മീനിൻ്റെ തല വന്ന് ഇപ്പോൾ ഇവിടെ അടിച്ചുകൊള്ളാൻ. മീനിരിക്കണ്ട, ബൈക്കിൽ വെറുതെ ഇങ്ങനെ സ്ട്രെച്ചായിട്ടിരിക്കണം. മീനും കൊണ്ടുപോയതാണ്. അത് ഹാർബറിൽ നിന്ന് കൊണ്ടുകൊണ്ടാണേ. ലേലത്തിന് വിളിച്ച് അത് വെട്ടി പീസാക്കി കൗണ്ടറിലിട്ട് സെയിലായിരിക്കാൻ. ഫൈനലി തോപ്പുംപടി എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നൊരു 350 മീറ്റർ അപ്പുറത്താണ്ട ഗൈസ്. അപ്പോൾ ഞാൻ കസ്റ്റമർ പിക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ. ഗൈസ് 3 കിലോമീറ്റർ എന്നെ വിളിച്ചു വരുത്തിയത് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാനായിരുന്നു. ഒരു മരിപ്പിൻ്റെ ആവശ്യത്തിനായിരുന്നു. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് അടുത്തത് വന്നിട്ടാ. അപ്പോൾ ഈ ഏരിയയിൽ എവിടെയോ വാങ്ങാണ്ടുമാണ് അടുത്ത കസ്റ്റമർ നിൽക്കുന്നത്. സോ നമുക്ക് അതിനെയും കൂടി പോയി പിക്ക് ചെയ്യാം, ആ കസ്റ്റമറേയും കൂടി പോയി പിക്ക് ചെയ്യാം. ഈ കസ്റ്റമർ ഒരു മരിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്ന കസ്റ്റമറാണ്. ഓക്കെ, നേരെ തന്നെ കാണിക്കുന്നത്. ഈ സൈഡിലാണ്ട ഞാൻ അവരെ ഇറക്കി വിട്ടത്. ഓൾറെഡി ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. 137 രൂപയുടെ അടുത്ത് ഞാൻ ഊബറിൽ കൊടുക്കാനുണ്ടായിരുന്നു. ആ പൈസ അങ്ങനെ പോയി. അപ്പോൾ കൈനീട്ടം ഊബർ തന്നെ എടുത്തിട്ടാ. പോലീസ് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. ഇതൊരു ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് ട്രിപ്പ് കിട്ടിയത്. 244 റുപ്പീസ് കിട്ടിയിട്ടാ. കേട്ടോ, 1.25 മണിക്കൂറാണ് പോസ്റ്റിൽ കിടന്നത്. അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചീത്ത ബ്ലോക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഹൈക്കോർട്ട് സൈഡിലാണ് നിൽക്കണത്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് 11 മണിക്ക്. ഇന്നൊരു വീഡിയോ ഞാൻ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മച്ചാന്മാരും എൻ്റെ വീഡിയോ ഇരുന്ന് കാണുക. ഓക്കെ.
ആ അടുത്ത വന്നിട്ടുണ്ട്. അടുത്ത ആക്കിയപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മാച്ചാണോ നോക്കട്ടെ. അതെ കിട്ടിയില്ല. പള്ളുരുത്തിയിലേക്കായിരുന്നു ആ ട്രിപ്പ്. ഫ്രണ്ട്സ് അത് നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. പുള്ളിയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഈ സംഭവമാണ്, അതായത് നമ്മുടെ കർട്ടൻ്റെയൊക്കെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമ്മുടെ ഹോം സ്റ്റേയുടെ പരിപാടി ഇങ്ങനെ കഴിയാറായിട്ട് ഇങ്ങനെയാണ്. മാർച്ചൊക്കെ ആയി കഴിയുമ്പോൾ വർക്കൊക്കെ കഴിയും. അപ്പോൾ ബ്രോ ഞാൻ നമ്പറും തന്നേക്ക്, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞേട്ടാ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. നമുക്കിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് എത്തുള്ളൂ. നമുക്ക് വണ്ടി വളക്കാം, തിരിച്ച് അങ്ങോട്ട് പോവാം. വണ്ടി ഒതുക്കിയിടാനൊരു സ്ഥലം നോക്കി കിടക്കണമായിരുന്നു ഞാൻ. ബട്ട് ദ പ്രോബ്ലം ഈസ് ഇവിടെയൊന്നും സ്ഥലമില്ല. ഓട്ടി പോവോ? ഓക്കെ 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 സെറ്റപ്പ് ഒക്കെ പോക്കോ. യെസ് നൈസ്. ഇനിയാണ് മോനെ പോസ്റ്റ്. ഇനി എപ്പോൾ ഓട്ടം കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റടാ. ഞാൻ ഈ AC തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം വെള്ളം കുടിക്കാൻ തോന്നൂല ഈ ഫീൽഡിൽ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകും. സത്യത്തിൽ ഇപ്പം ഇങ്ങനെ ഇതേപോലെ വന്നത് 3ാമത്തെ വണ്ടിയാണ്ട. അച്ഛാ നോക്കി ചിരിച്ചട്ടാ പോയത്. 3ാമത്തെ വണ്ടിയായിപ്പോൾ ഇതിലേ കൂടി വരുന്നു, തിരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഓട്ടോ ഇല്ലടാ. ഞാനിപ്പോൾ വന്നിട്ട് 1/2 മണിക്കൂറായി, 11:37. ഇനി നമുക്കൊരു പണി ചെയ്യാം. ഇവിടെ നിന്ന് സ്കൂട്ടാ ഒരു ട്രിപ്പ് പോലെ അടിക്കണം കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാനും മഞ്ഞി പോവല്ലേ. ഓക്കെ ലെറ്റ്സ് ഗോ. വച്ചാൻ പോയി. ഓഫ് ഞാൻ ഇവിടെ നിന്ന് വേർത്ത് കുളിച്ചിട്ടാ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കണായിരുന്നു. കുറേ പടങ്ങൾ റിലീസായിട്ടുണ്ടല്ലേ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടോ. വണ്ടി ഓടണോണ്ട് ഏത് ദിവസമാണോന്നും അറിയാൻ പറ്റണല്ലോ. ബ്ലോക്കായി. MG റോഡിൻ്റെ തൊട്ടിപ്പുറത്തെ ബാക്കിലുള്ള വഴിയാണ്ടോ. ഇവിടെ ദോശക്കടയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. മച്ചാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ വേണ്ടല്ലോ. ഐഡോണോ. എനിക്കിവിടെ നിന്നിട്ട് ഞാൻ ഒരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ നിന്നു. 1/2 മണിക്കൂറല്ല, 1/4 മണിക്കൂർ 40 മിനിറ്റ് നിന്ന് കറക്റ്റായിട്ട്. പിന്നെ അടുത്ത സ്പോട്ട് പിടിക്കാം. അതായത് നമുക്ക് അവിടെ ഒരു ഗ്രേറ്റ് സ്പോട്ട് ഉണ്ട്. ആ ഗ്രേറ്റ് സ്പോട്ടിൽ പോയി നിൽക്കാം. പൈസ അവിടെയൊക്കെ ഭയങ്കര തിരക്കിട്ട്. അവിടെ ഫുള്ള് ഈ പരിപാടി എന്തോ നടക്കണോണ്ടേ അവിടെ ഫുള്ള് തിരക്ക്. വണ്ടി ഇടാനേ സ്ഥലമില്ല. പിന്നെ എനിക്ക് ഈ പാലത്തിന്റെ വെള്ളിലേക്ക് ഓടിച്ച് കയറ്റിട്ട് വന്ന് പണ്ടാരം പിടിക്കാൻ. ഈ പാലത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും കൊണ്ടിടാം. ശോ എന്ത് കഷ്ടമാണെന്ന് നോക്കണേ അവസ്ഥ. എവിടെ നിൽക്കും? ഇവിടെ ഇടാം നല്ലത്. തണലുള്ള സ്ഥലം. അടുത്ത പോസ്റ്റ് ഗൈസ്. എൻ്റെ അമ്മോ എന്തൊരു പോസ്റ്റാണ്. ഒരു ട്രിപ്പ് ഇതാടേ. ഒന്നുമില്ല, ശോകം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കുറേ കുടിച്ചപ്പോ മൂത്രമൊഴിക്കാൻ പറ്റണം. സീനായി. മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വരും. അതിനെ വെള്ളം കുടിച്ചാൽ വരുമല്ലോ. ഇനി ഒരു സ്പോട്ട് നോക്കി കിടക്കണം. സ്പോട്ടൊക്കെ എന്തൊരു അവസ്ഥയാണെന്നറിയാം. പെട്രോൾ പമ്പൊന്നും ഇല്ല ഈ ഏരിയയിൽ. ചേട്ടനോട് ചോദിച്ചല്ല ചേട്ടാ എവിടെയെങ്കിലും മുള്ളാൻ പറ്റിയ സ്പോട്ടാണോ? അതെങ്ങനെ ചോദിക്കും നമ്മ. ഞാനപ്പോൾ എവിടെയെങ്കിലും പോയി ഒന്ന് പിടിക്കിട്ട് വരാം. പിടിക്കാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയപ്പോൾ കൊണ്ടൊന്ന് വട്ടം ഇട്ട് എന്തോ ആടേ മുള്ളമുറ്റ നടക്കണ ഒരുത്തൻ്റെ തീരാരോധനമാണത്. അവിടെ കൊണ്ട് ഇടുമ്പോണ്ടായിരുന്നു. നോ പാർക്കിംഗ് ബസ്സാൻ ലോറിന്ന് തീർന്നു. ഇവിടെ ഇടാമോ?
ഇട്ടിട്ട് കാര്യമില്ലല്ലോ അവിടെ പോയി. എൻ്റെ അമ്മോ, ഗിരിനഗർ അവിടെ പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റലാണ്. അതിലും വലിയ അതേ ദയവായി ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന്. സോറി ചേട്ടാ, പറ്റിയ സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടേക്കണേടാ. നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാണ്, അതായിരിക്കും നല്ലത്. കൈസ് അവസാനം ഞാനൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം, കട്ടി കയറാം, അതാ നടക്കുള്ളൂ. അപ്പോൾ പോയിട്ട് വരട്ടെ കൈസ്, ഒറ്റ മിനിറ്റ്. ഷോർട്ട് ബ്രേക്ക് കൈസ്. ഇത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. കറക്റ്റ് ടൈമിലാണ് വന്നത്. ഞാൻ ഫോൺ എടുക്കാതെ പോയത്. ഞാൻ വണ്ടി തുറന്നപ്പോൾ തന്നെ അടി ഫസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ അച്ഛന്മാരെ ഞാനിത് പോയി പിക്ക് ചെയ്യട്ടെ. 350 മീറ്റർ അപ്പുറത്താണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും വന്നാൽ എടപ്പള്ളിയിലേക്കാണ് അടി കിട്ടിയാണ് കേട്ടോ. ഓക്കെ, പോയി പിക്ക് ചെയ്യട്ടെ. സീറ്റ് ബെൽറ്റ് വാ. പിന്നെ അച്ഛന്മാരെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നോക്കണോട്ടോ, അവിടെ എന്തൊക്കെ കിടന്ന് ഇഴയണ്ടായിരുന്നു. പാമ്പാണെന്ന് തോന്നുന്നു, പണ്ടാറോ. നൈസായിട്ട് പോയിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. പിന്നെ ഇത് നൈസായിട്ട് പിടിക്കാൻ പറ്റുന്ന സ്പോട്ടാണെന്ന് എനിക്ക് തോന്നണം. എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്പോട്ടും കൂടി നമുക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ്. മെയിനായിട്ട് ഈ പണിക്കിറങ്ങുമ്പോൾ ഇതേപോലെ സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പെട്ടുപോകും. സോ നമുക്ക് പോയി പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാട്ടാ. ഫ്രണ്ട്സ്, ഈ കസ്റ്റമറെ ഞാൻ ഇറക്കിയിട്ടാ. ഇപ്പം നമുക്ക് 553 റുപ്പീസ് ആയിട്ടാ. 220 റുപ്പീസാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയേക്കണത്. അതായത് കമ്മീഷൻ കഴിഞ്ഞ് നമ്മളെ 150 രൂപ കിട്ടിയിട്ടുള്ളൂ. ഓട്ടത്തിനേക്ക് ഇപ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. മുടിഞ്ഞ ബ്ലോക്കും ആകെ ഷോക്ക് പോകുന്നുണ്ട്. 12:34 ഇപ്പോൾ സമയം. 553. പിന്നെ അത് ഇവിടെ മറ്റേ സ്മാർട്ട് ബസാറിലേക്കാണ് പുള്ളി കയറിയത്. ഇവിടെ ഏതോ ഒരു സെക്ഷനിൽ എന്തോ ബ്രാൻഡ് മാനേജർ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് പുള്ളി. നല്ല മൈൻഡ് ആയിരുന്നിട്ടാ, സംസാരിക്കണ്ടായിരുന്നു. പിന്നെ ബാക്കിലൊരു സാറുണ്ടായിരുന്നു, പുള്ളി തമിഴായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ്. ഗൈസ്, അങ്ങനെ ഒരു 15 മിനിറ്റത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ആ സ്മാർട്ട് ബസാറിൻ്റെ മുമ്പിൽ തന്നെയാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞത് എനിക്കൊരു ഓട്ടം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നേരെ പനമ്പള്ളിയാറിലേക്കാണ് കാണിച്ചേക്കണത്. ജസ്റ്റ് 400 മീറ്റർ അപ്പുറത്തുനിന്ന് തന്നെ ഒരു അടി വന്നു. നമുക്ക് നോക്കി എടുത്തോണ്ട് പോയി സെറ്റ് ചെയ്യട്ടെ ഗൈസ്. പോട്ടെ. ഇപ്പോൾ നമ്മുടെ ലുലു മാളിൽ ഓഫർ നടക്കണോണ്ട് വൈകുന്നേര സമയത്ത് നമുക്ക് ഈ വഴിയിലോട്ട് വരാൻ പറ്റില്ലടാ. കാരണം ബ്ലോക്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ പോവും. അതുകൊണ്ട് മാക്സിമം ഒരു 5 മണി വരെ ഞാൻ ഓടുള്ളൂ. 1500 രൂപയാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് വീട്ടിൽ കയറാടാ. ഗൈസ് ആണോ, വളഞ്ഞ് ലെഫ്റ്റിലേക്കാണ് കാണിച്ചാണ്. അപ്പോൾ ഈ വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത്. വഴിയിൽ ഫസ്റ്റ് കാണുന്ന എന്തോ വീടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് അവിടെ വളക്കാനൊരു സ്ഥലം കാണാനുള്ള ഞാൻ. നമുക്ക് ഇവിടെ നിന്ന് ബാക്ക് അടിച്ച് കയറ്റാം, അതായിരിക്കും ബെറ്റർ. ഇങ്ങനത്തെ വള്ളികളും ചില സമയത്ത് നമുക്ക് കിട്ടാറുണ്ട്. വളക്കട്ടെ. വളക്കാൻ നേരത്ത് ബാക്കിലൊരു മോൾ വന്നു കിക്കടിച്ച്. ബാക്കടിച്ച് തന്നെ പോവാം. ഗൈസ്, നമുക്ക് 798 റുപ്പീസ് ആയിട്ടാ. കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു അടി കൂടി വന്നിട്ടാ. നല്ലൊരു അടിപൊളി മേഡം വരുന്നിട്ടാ കയറിയത്. നല്ല രീതിയിൽ സംസാരിച്ച് എന്ത് ഫീൽഡിനാണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത്. ലുലു മാളിൽ സെയിൽ തുടങ്ങിയോ, ഭയങ്കര സംസാരമാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കിടിലൻ മേഡം. നമ്മളൊരു ഡ്രൈവറെ പോലെ നല്ല കണ്ടത്, നമ്മളൊരു സഹോദരനെ പോലെ കണ്ടിട്ടാണ് അവർ സംസാരിച്ചത്. ഇങ്ങനെയും കസ്റ്റമേഴ്സ് ഉണ്ട്, മനസ്സിലായോ? എന്തായാലും നൈസ്. ആ മേഡം തിരിച്ചുണ്ട്, പക്ഷെ 3 മണിയാവും കഴിയുമ്പോൾ. ഇപ്പോൾ 1:15 കാലമായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും പോയി ഫുഡ് അടിക്കാം. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല ഗൈസ്. ഫുഡ് അടിക്കുക, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാടാ. മാഡം എന്തോ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ എന്തോ വന്നേക്കണത്. അപ്പം അതൊക്കെയായിരുന്നു സംഭവം. ഹാപ്പി കസ്റ്റമർ. ഇവിടെ എവിടെയെങ്കിലും പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചാൽ ഫുഡുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ തീരുമാനം. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇത് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ചരിച്ചെടുക്കണം. അപ്പം ഇടിച്ചില്ലട്ടാ. ഇറങ്ങുമ്പോൾ ഇടിക്കല്ലേ. പനമ്പള്ളിയാറിലാണ്ടാ നിൽക്കണേ ഞാൻ.
310 റുപ്പീസാണ് എനിക്ക് കിട്ടിയത്. അതിൽ റൂബറിൻ്റെ കമ്മീഷനും കൂടി എടുക്കും കേട്ടോ. എന്നിട്ടിപ്പോൾ 798 രൂപ, അതായത് 800 റുപ്പീസിൽ നിന്ന് 2 റുപ്പീസ് കുറവ് കിട്ടാം. ഞങ്ങൾക്ക് അവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്, കഞ്ഞി അടിക്കുക, വയറ് ചീത്തയാക്കണ്ടല്ലോ. ഗൈസ് നമ്മുടെ ചേച്ചിയുടെ നിന്ന് ഫുഡ് അടിച്ചു. നട്ടുച്ചക്ക് പാല് കച്ചോടൂ. ഇത് പാലേട്ടൻ പാല് ഒഴിച്ചിട്ടുണ്ടോ കൊടുക്കണ്ടേടാ. പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റാണ്. ഒരു ട്രിപ്പ് പോലും നമുക്ക് കിട്ടാണല്ലോ, എത്ര നേരമായി. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ പറഞ്ഞത് നമ്മൾ പറയണ ചില വാക്കുകൾ അറം പറ്റി പോകുന്നൊക്കെ പറയൂലേ, അതുപോലെ ഇപ്പോൾ സംഭവിച്ചിട്ടാ. നോക്കിയാൽ 2:42 ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ട്രിപ്പൊന്നും വന്നിട്ടില്ല. ട്രിപ്പ് വന്ന സൗണ്ട് കേൾക്കുമല്ലോ. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്ന്, ആ കോൾ വന്നപ്പോൾ ഞാൻ എടുത്ത്. അല്ലാതെ എനിക്കൊരു ട്രിപ്പ് പോലും വന്നില്ല ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കി, 2:42 1 മണിക്ക് വന്നതാണ് നമ്മൾ ഈ പനമ്പള്ളി നഗറിൽ. ഓട്ടമില്ലാട്ടോ, ശരിക്കും ഭയങ്കരമായിട്ട് ഓട്ടം കുറഞ്ഞിട്ടുണ്ട്. പനമ്പള്ളി നഗർ ഡെഡ് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മച്ചാന്മാർ മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഞാനിവിടെ കിടന്ന് ചെറിയൊരു ഉറക്കവും കഴിഞ്ഞ് ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. പിന്നെ മച്ചാന്മാരെ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും, ബ്രോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, എൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ട് ഒരിക്കലും എടുത്ത് ചാടാൻ നിൽക്കരുത്. കാരണം ഞാൻ ആഴ്ചയിലൊരു വീഡിയോ ചെയ്യണ ഒരാളാണ്. എല്ലാ ദിവസത്തെ ട്രിപ്പും എല്ലാ ദിവസവും ഞാൻ ട്രിപ്പ് പോകാറില്ല. ചില ദിവസങ്ങളിലേക്ക് 200 രൂപയുടെ ഓട്ടം കിട്ടിയ ദിവസങ്ങളുണ്ട്. എൻ്റെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതേപോലെ കണ്ടൻറ് എന്തെങ്കിലും ഉള്ള ദിവസം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ചില ദിവസങ്ങളിൽ ട്രിപ്പൊന്നും ഇല്ല. അപ്പോൾ ട്രിപ്പൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഗൈസ് ട്രിപ്പൊന്നും ഇല്ല, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ആരെങ്കിലും ഉണ്ടാവോ? ഇല്ല. അപ്പോൾ 7000-7500 വണ്ടികളോളം ഈ നമ്മുടെ കൊച്ചി കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ആർക്കും ഇപ്പോൾ ഓട്ടം തീരെ കുറവാണ്. ഈ ജനുവരി ഇപ്പോൾ തുടങ്ങിയിട്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കണ്ട്, ബ്രോ ഓട്ടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ കാണിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഓടാറില്ല, ഓടാൻ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. ഇപ്പം ഇത്ര നേരമായിട്ട് 1 മണിക്ക് ഞാൻ ഇവിടെ വന്നതാണ്. നമ്മൾ ഫുഡ് ഒടിച്ച് ഇത്ര നേരമായിട്ടും ഒരു ട്രിപ്പ് ഇതിൽ വന്നിട്ടില്ല. ഇപ്പം 4 മണിയാറായി. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ട്രിപ്പ് ഉണ്ടാവണമെന്നില്ല ഗൈസ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എടുത്ത് ചാടാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ നൈസായിട്ട് ഇവിടെ വന്ന് ഏതെങ്കിലും ടാക്സി ഡ്രൈവർമാരോടൊക്കെ ചോദിക്കുക. അതിൽ ഓൺലൈൻ ഓർഡർ കുറേ മച്ചന്മാരുണ്ടാവും. വാഗനർ തന്നെ നോക്കിയാൽ മതി. ആരെങ്കിലും കൈ കാണിച്ച് നിർത്തുക. എല്ലാവരും കൈ കാണിച്ച് നിർത്തും. കാരണം ആർക്കും ട്രിപ്പില്ലാതെ നടക്കണതാണ്. അപ്പോൾ ആ ട്രിപ്പിന് വിളിക്കണമായിരിക്കും എന്ന് വിചാരിച്ച് ആരെങ്കിലും കൈ കാണിച്ച് നിർത്തും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയ ട്രിപ്പും കൊടുക്കുക. കാര്യം അവരോട് സംസാരിച്ച് ചോദിക്കുക, എങ്ങനെയുണ്ട്, ട്രിപ്പ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാം. മനസ്സിലായി? അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഞാൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ നമുക്ക് 2-3 ട്രിപ്പ് 3 കട്ട പെട്രോള് CNG നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ പോയ CNG അടിക്കാൻ ഇനി 798 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണം ഇത്ര നേരമായിട്ട്. 3:33 ഇനി അപ്പോൾ ഞാൻ എത്ര നേരം ഇനി ഓടേണ്ടി വരും നമുക്ക് ഒരു ഏണിങ്, നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ചില ദിവസങ്ങളിൽ ഓട്ടമുണ്ട്, ഓട്ടമുള്ള ദിവസങ്ങളുണ്ട്, ചില ദിവസങ്ങളിൽ ഓട്ടമില്ല. അപ്പോൾ ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളും ഈ ഫീൽഡിലേക്ക് എടുത്ത് ചാടരുത്, പെട്ടുപോകും. ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പം 1 മണിക്ക് വന്ന ഞാനാണ്. ഇപ്പം ആ റഡാറാണ്ടാ. ഇത്ര നേരം ഉണ്ടായിട്ട് ഒരു റഡാർ 100 രൂപയുടെ ഒരു ട്രിപ്പാണ് എനിക്ക് അടിച്ചാണ്. പൊയ്പ്പിക്കട്ടെ. ഇത്ര നേരം ഉണ്ടായിട്ടാ സത്യം നോക്കിയാൽ 3:45 അടിച്ചാണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് പോകണം കേസ്, എനിക്ക് മടുത്ത്. വെറുതെ അവിടെ ഇട്ട് വളച്ച്. ഈ ഗൂഗിൾ മാപ്പിൻ്റെ അവസ്ഥ ഇതാണ്. ആറ്റുനോട്ടൊരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരാത്ത വഴികളുണ്ടാവില്ല. ആ വഴി തന്നെ നേരെ പോയായിരുന്നു. ഇതിലെ കൂടി കറങ്ങി 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടി കറങ്ങി വരാനൊക്കെയാണ് ഗൂഗിൾ മാപ്പ് പറയണത്. ഇങ്ങനെ കാണിക്കല്ലേ ഗൂഗിൾ മാപ്പ്. നമ്മൾ ആകെ ജീവിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുற അതിൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പും കൂടി പണിയാണ്. അവിടുത്തെ വണ്ടികളൊക്കെ പോയിട്ടാ അവർ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണമെന്ന് അറിയില്ല. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല, അത്യാവശ്യം ഓട്ടമുള്ള ദിവസങ്ങളാണ്. എന്നിട്ട്
എന്നിട്ട് എന്താ ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. സീസൺ കഴിഞ്ഞ പെട്ടു പോണ അവസ്ഥയാണല്ലോ. ഇപ്പൊ കിട്ടിയേക്കണൊരു ഓട്ടം കണ്ട 100 രൂപയുടെ ഓട്ടം, അതെങ്കിൽ അതെന്നുള്ള മൈൻഡാണ്. ഷോർട്ട് കട്ട് കാണിക്കണുണ്ട്. ഇതിലെ പോവാം. ഗൂഗിൾ മാപ്പ് എന്നെ വെറുതെ ഇട്ട് കറക്കണേണ്ട കൈസ്. 750 മീറ്റർ അതിലേ കൂടി പോവാൻ. ഇപ്പുറത്തൊരു വഴി കൂടി കിടക്കണുണ്ട്, അത് കാണിച്ചില്ല. നമ്മുടെ മച്ചാന്മാരൊക്കെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടേ ലാസ്റ്റ് പെട്ടു പോരുതല്ല. അതാണ് ഞാനിങ്ങനെ ഇത്ര കഥ പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരോടും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ സീനാവും. അപ്പോൾ അതാണ്ട മച്ചാന്മാരെ, ഞാൻ കസ്റ്റമറെ പിടിക്കട്ടെ, സ്ഥലത്തെത്തി. ഗൈസ് ഇതൊരു വല്ലാത്ത ട്രിപ്പായിരുന്നു കേട്ടോ. കാരണം ഇത് വെറുതെ ദൈവം കൊണ്ടുവന്ന് തരുമോ നമുക്ക് പറയൂലേ. ആ ഇടവഴിയിൽ നിന്ന് ഈ ഇടവഴിയിലേക്ക് ജസ്റ്റ് ഒരു ഞാൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയ ദൂരം പോലുമില്ല. മേഡം എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇത്ര ഉണ്ടായിരുന്നല്ലോ എന്ന്. ആ പുള്ളിക്കാരത്തേക്ക് അറിയില്ലടാ. ഒട്ടും കോമഡി. എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഗൈസ്. 110 രൂപ എന്തോ വെറുതെ കയറിയേക്കാം. ഇങ്ങനെ അവസ്ഥകളുണ്ട് ഗൈസ്. ചെറിയ ട്രിപ്പൊക്കെ അറിയാതെ വിൽക്കണ ആൾക്കാരും ഉണ്ടാവും. ഇപ്പൊ ഒരു അടിയും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. ഇത് എങ്ങോട്ടേക്കാണെന്ന് ഞാൻ നോക്കിയില്ലട്ടാ. ഞാൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത്. അത് പെട്ടെന്ന് തന്നെ വന്നതാണ്, ഈ ഏരിയ നിന്ന് ഇവിടെ നിന്നാണ്. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവാം. കാരണം ഇത്ര നേരമായിട്ട് ഞാനല്ലേ പോസ്റ്റ് അടിച്ച് കിടക്കണം എന്നൊക്കെ പറയൂലേ, എനിക്ക് മടുത്തൊക്കെ പോയി. എയർപോർട്ടിൽ പോയാൽ പോലും ഞാൻ ഇത്ര പോസ്റ്റ് അടിച്ചില്ല. ഇന്നൊട്ടും ട്രിപ്പില്ലാത്ത ദിവസം ഇടുന്നത് അതാണ്. അപ്പോൾ പോസ്റ്റ് അടിച്ച് കിടന്നതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കാണെന്ന് നോക്കിയില്ല. ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങോട്ടേക്കാണെന്ന്. ഇവിടെ എങ്ങോട്ടോ ലൊക്കേഷൻ കാണിക്കാട്ടാ. ഞാൻ ലൊക്കേഷനിൽ പോയി പിക്കട്ടെ. എന്നാലും ഈ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇതൊരു അടിപൊളി ട്രിപ്പാണ്ടാ, ഞാൻ ഇങ്ങനെ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടില്ലെന്ന്. തൊട്ടടുത്ത് പുള്ളിക്കാരത്തേക്ക് നടക്കാനുള്ള ദൂരം പോലും ഇല്ലെന്നൊക്കെ പറയൂലേ, അത്രേ ഉള്ളൂ. കോമഡിയാണ് ചിലവരൊക്കെ ലൊക്കേഷൻ പോലും നോക്കാതെയൊക്കെ. ഇവിടെ ഉള്ളവരല്ല, അതാണ് സംഭവിച്ചേക്കണം. ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, വേണം ഇത് ഇപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ദൂരത്ത് ഇങ്ങനെ കൈ കാണിച്ചു, ആ കാണുന്ന ബിൽഡിംഗ് ആണല്ലോ വേണമെന്ന് പറഞ്ഞു. അയ്യോ ആണോ, അതാകാൻ വഴിയില്ലാന്ന് പറഞ്ഞു. മേഡം ലൊക്കേഷൻ കറക്റ്റ് അല്ലേ ഇട്ടാണ്. ആ കറക്റ്റാ. അപ്പൊ ഞാൻ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചപ്പോ പുള്ളിക്കാരത്തി വായം പിടിച്ചിരിക്കണം. എന്തൊരു വിറ്റാണത്. കൊള്ളാം. നീ കസ്റ്റമർ എങ്ങോട്ടേക്കാണെന്ന് നോക്കണ്ടടാ. നീ കസ്റ്റമർ അപ്പുറത്തെ ഇടവഴിയിലേക്കാണെങ്കിൽ രക്ഷപ്പെട്ട്. ഇത്ര നേരം പോസ്റ്റ് അടിച്ചതിന് സെറ്റായി. മോച്ചാൻ പറ, ഞാൻ പിക്ക് ചെയ്തത്, ഞാൻ അടുത്തെത്തി. എനിക്കൊന്നും മനസ്സിലാവില്ല, ഊബറിനെ എന്തോ തെറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ഊബറിനെ തെറ്റിയിട്ടുണ്ട്. 250 രൂപയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നതിനുള്ള ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ നമ്മൾ 1125 രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൽ CNG തീർന്നേക്കണടാ. ഇനി 3 ഘട്ട CNG കൂടി ഉള്ളൂ. സെറ്റ് പരിപാടിയൊക്കെ കഴിയാറായി. ഇനി ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തട്ടെ. സീകളിലായിരുന്നു കേട്ടോ. ഒരു മച്ചാനായിരുന്നു കേട്ടോ, UK നിന്നിട്ട്. ഭയങ്കര ഇതായിരുന്നു, സംസാരമായിരുന്നു. ഗേൾ ഫ്രണ്ടിൻ്റെ ഒപ്പം വരുന്നു. അവർ എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കണമായിരുന്നു. സീകളിൽ കൊണ്ട് ഇറക്കിയാൻ വിട്ടിട്ടുണ്ട്. ബാക്കി അവർ പൊളിക്കട്ടെ. ഇവിടെ നമുക്ക് വിളിക്കാം. ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയാണ്. നമുക്ക് നേരെ ഒന്ന് ഫോർട്ട് കൊച്ചി ബീച്ച് വഴി ഒന്ന് കറങ്ങാം. 2 ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. അതിൻ്റെ ഇടയിൽ വല്ല ട്രിപ്പ് വന്നാൽ വരട്ടെ. ഇവിടെ വണ്ടികൾ നടക്കണം കേട്ടോ. 1 വണ്ടി 2 വണ്ടി ഇഷ്ടംപോലെ നടക്കണ്ട അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടേക്കാ വരാം. കറങ്ങാൻ പോണല്ലേട്ടാ, ഞാൻ വണ്ടി മാറ്റിയിടാൻ വേണ്ടി പോണേ. കറങ്ങി CNG കത്തിച്ചാൽ എനിക്ക് പറ്റുന്നില്ല. ഓട്ടോ വെറുതെ നൈസായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട നമ്മുടെ ജങ്കാർ, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും പൈപ്പിനിലേക്ക് പോകാൻ വേണ്ടി കിടക്കണ വണ്ടികളാണ്ട. 2 ജങ്കാറുണ്ട്. ഇപ്പം പെട്ടെന്ന് പോയിക്കോളും.
എന്നാലും കുറച്ച് ടൈം പോസ്റ്റ് ആയിരിക്കോടാ. ഞാനിപ്പോൾ ഇത് പറയണത് കൊച്ചിക്കാർക്ക് വേണ്ടി പറയണല്ലേടാ, നമ്മുടെ പുറത്തത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കൊച്ചിയിൽ നിന്ന് ഓരോ ടീമൊക്കെ, അവരൊക്കെ ഒന്ന് ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പറ്റണമല്ലോ. അതുകൊണ്ടാണ്ടാ ഞാൻ പറഞ്ഞത്. ഇതാണ് ഗൈസ് ജങ്കാർ. ആണ്ടാ ഇടിച്ച് പൊളിച്ച് ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ ചെന്ന് ഷൂട്ട് ചെയ്തിട്ട് വന്നാല ആൾക്കാർ ഇടിച്ച് പിണക്കിട്ടടിയോ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്, നല്ല മീനും അതൊക്കെ കിട്ടും ഇതിൻ്റെ മേളിലാണ്. പണ്ട് ഞാനിത് ഇവിടെ വന്നിരിക്കോടാ, ഈ മരമുണ്ട് ഇതിൻ്റെ പുറകിൽ, ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറാം, അവിടെ കായൽ നോക്കി അവിടെ ഇരിക്കാം. പണ്ട് ഞങ്ങൾ കമ്പനി അടിച്ച് നിന്നേച്ച് ഇവിടെയാണ്. ഇവിടെ വന്ന് ശാന്തിയായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്താ രസമെന്ന് അറിയാം. സംബഡി ഈസ് കോളിങ് കേട്ടോ. കോള് ഞാൻ കട്ട് ചെയ്തിട്ട് അത് എന്തോ ഒരു ഓഫീസിൽ നിന്നൊക്കെയാണ് വിളിച്ചത്. ഏതോ ഒരു ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടേ കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത് വാട്ടർ മെട്രോ വേണ്ട, അൻവർലി പൃഥ്വിരാജിൻ്റെ ബോംബ് പൊട്ടിക്കണ സീനില്ലേ, അത് ഇവിടെ ഇട്ടിട്ടാണ്. ഇവിടെ ഇട്ടിട്ടാണ് ആ വണ്ടി പൊട്ടിക്കണത്. ഹരിഹർനഗർ 2-ൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടന്ന് ഇവിടെ, മംഗ്ലീഷ് സിനിമ നടന്ന അവിടെ. പിന്നെ നമ്മുടെ ഫാത്ത് ഫാസിലില്ലേ, ഫാത്ത് ഫാസിൽ ഫോർട്ട് കൊച്ചി വരുമ്പോൾ ചായ കുടിക്കണ ചായക്കട ഇത്. പിന്നെ ഇതിലെ കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂക്ക ഗണ്ണിട്ട് പൊട്ടിച്ച യോബിക് ബി ആ വീട് ഇവിടെ, മമ്മൂക്കയുടെ വീട് ഇവിടെ. ഇത് നമ്മുടെ ഹോട്ടൽ എക്സൽ ബാറ്. പരേഡ് ഗ്രൗണ്ട്, എന്തൊക്കെ കാഴ്ചകളാണ് ഗൈസ്. എവിടെ എത്തുമ്പോൾ ആ പിള്ളേർ ഫോട്ടോ എടുക്കണോടാ. കണ്ടോടാ കണ്ടോടാ, കണ്ടാ 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 കണ്ടാ, എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കണേ. സെറ്റ് എടുത്തോ മോളെ എടുത്തോ. നോക്കട്ടെ. ഇതാണ് ഡച്ച് സെമിത്തേരി റോഡ്. അടുത്ത കോള്, ഒരു മിനിറ്റ് ഗൈസ്. ഞാൻ വണ്ടിയായിട്ട് അതിലെ കൂടി വന്നപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഇരിക്കണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചതാണ്ടാ. ഞാൻ പറഞ്ഞേ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം മാൻ, ഞാനൊന്ന് ബീച്ച് കാണിച്ചു കൊടുക്കട്ടെ പിള്ളേർക്കെന്ന് പറഞ്ഞു. പോവില്ല, കുഴിയിലോട്ട് എല്ലാം പോയി ചാടിയ എന്നെ പൊക്കാൻ ആരും ഉണ്ടാവില്ലടാ. ഓക്കെ സെറ്റ്. അയ്യോ ബീച്ചിൽ എന്താണ് ഈ കാണുന്നത്? ബീച്ച് ഫുൾ ഓഫ് ക്രൗഡാണ് ഗൈസ്. ഒരു ഗ്യാപ്പില്ലേ. ബീച്ച് ഭയങ്കര തിരക്കാണല്ലോ. ഒരു ഗ്യാപ്പില്ല ഗൈസ് വണ്ടിയുടെ. ആണോ ബീച്ചിൽ ഭയങ്കര തിരക്കാണ്. കടൽ ഇറങ്ങിപ്പോയേക്കണേണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയേക്കണേണ്ട. നേരത്തെ ഇവിടം വരെ വെള്ളമുണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും ഇറങ്ങിയേക്കണേ. ഒരു പണി ചെയ്യാം. അച്ഛാമാരെ പിന്നെ രക്ഷയില്ലടാ. ഇപ്പം 5:10 സമയം. ഞാനിപ്പോൾ നൈസായിട്ട് വീട്ടിൽ കയറാണ്. എനിക്ക് 7 മണിക്ക് വേറൊരു വർക്കുണ്ട്. എനിക്കത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ 12,000 ഒറ്റടി കിട്ടും. അപ്പോൾ അച്ഛാമാരെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണതാണ്. അതായത് രാവിലെ 9:45 ഇറങ്ങി 5:14 വരെ 1125 വേണ്ട നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയില്ല.
ടാർഗറ്റ് എത്തിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി പോണ വഴിക്ക് ഒരു ട്രിപ്പ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. പിന്നെ ആ സൂപ്പർ താങ്ക്സ് ഒക്കെ സൈഡിൽ കണ്ടില്ലേ, അതൊക്കെ എനേബിൾ ആയിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഒന്ന് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യട്ടോ. വെറുതെ വീഡിയോ കണ്ടിട്ട് ഇതൊന്നും വെറുതെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കല്ലേ, അതൊക്കെ യൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ വെച്ചാൽ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ മാരുതിയുടെ ഷോറൂമിൽ നമ്മുടെ ഒരു കമ്പനിക്കാരൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വണ്ടി നോക്കണമുള്ള ആൾക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കണ്ട, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫറിൽ അവനെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാടാം. അതും കൂടി ചെയ്തുതരാം. പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നോക്കണ ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് കുറച്ച് വണ്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാട്ടോ. ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൈസ്, ക്ലൈമാക്സ് എന്തെങ്കിലും വേണ്ട കാണിക്കാൻ? 8:19 നമ്മ ഇന്ന് ചലഞ്ച് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ 1971 ഓടി സെറ്റാക്കിയിട്ടാണ് കേട്ടോ. അതായത് 8:19 എനിക്ക് ആ പൈസ ഒപ്പിക്കാൻ പറ്റി. അത്ര നേരം സീനായിരുന്നു. പിന്നെ അതേ ഈ പറഞ്ഞ പോലെ CNG അടിച്ച് ഞാൻ ഫുള്ളാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെച്ചാൽ പോലെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ ചലഞ്ച് ഞാൻ ഒരിക്കലും പറയില്ലട്ടാ. കാരണം എത്ര നേരം പിടിക്കുമെന്നറിയോ നീ ചലഞ്ചൊക്കെ നമ്മൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ? അതാണ് സീൻ. പക്ഷെ നമ്മൾ ഒരു ചലഞ്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അത് ശോകമാണ്. അതാ പിന്നെ ഞാൻ ക്ലൈമാക്സിലെങ്കിലും സെറ്റാക്കാമെന്ന് വിചാരിച്ചത്.